ഹലോ, എല്ലാവരും സുഖമല്ലേ? ഇന്ന് അത്ര സന്തോഷകരമല്ലാത്തൊരു കാര്യമാണ് കേട്ടോ ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇതെൻ്റെ നീലസുന്ദരി. ശംഖുപുഷ്പം എന്നും സംസ്കൃതത്തിൽ ശംഖുപുഷ്പി എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. അപരാജിത എന്നൊരു മറ്റൊരു പേരും ഇതിനുണ്ട്. ഒരുപാട് മെഡിസിനൽ യൂസിന് ഉപയോഗിക്കുന്നൊരു ചെടിയാണ് കേട്ടോ ഇത്. ബുദ്ധിക്കും ഓർമ്മശക്തിക്കും നല്ലൊരു മരുന്നാണിത്. ആയുർവേദത്തിൽ ഒരുപാട് രോഗങ്ങൾക്കുള്ള മരുന്നായിട്ട് ശംഖുപുഷ്പം ഉപയോഗിക്കുന്നുണ്ട്. പറഞ്ഞാൽ തീരാത്ത അത്രയും ഗുണങ്ങളുള്ള ഈ ചെടി കുറച്ച് സങ്കടത്തോടു കൂടിയാണ് കേട്ടോ ഞാനിത് പറിച്ച് കളയുന്നത്. ഇത്രയും നേരം ഗുണങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇതെന്തിനാണ് ഇത് പറിച്ച് കളയുന്ന വീഡിയോ കാണിക്കുന്നത് എന്നാണ് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവുക. കാരണമുണ്ട്. ഈ അടുത്ത് പാമ്പിൻ്റെ ശല്യങ്ങളൊക്കെ ആയിട്ട് കുറേ ന്യൂസൊക്കെ വന്നിരുന്നില്ലേ? അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡൻസ് എവിടെയെങ്കിലും ഉണ്ടായാൽ ഒരു 5-6 പേരുടെയെങ്കിലും മെസ്സേജസ് എൻ്റെ ഫോണിൽ വന്നിട്ടുണ്ടാവും, ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞ്. എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. അവർക്കറിയാം ഞാൻ ഈ കാട്ടിൻ്റെ ഉള്ളിലൊക്കെ നടക്കുന്ന ഒരാളാണെന്ന്. പിന്നെ ഈ ശംഖുപുഷ്പത്തിൻ്റെ ചെടി ഒരുപാട് വളർന്ന് കാട് പോലെ ആവുകയും ചെയ്തു. എന്തെങ്കിലും വന്നിരുന്നാലും അറിയത്തുമില്ല. അങ്ങനെ കുറച്ച് സങ്കടത്തോടെ ആണെങ്കിലും അതങ്ങ് പറിച്ചു കളയാൻ തീരുമാനിച്ചു. ഇതിൻ്റെ വേരൊക്കെ നന്നായി വളർന്നത് കൊണ്ട് പറിക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു. ഈ തൈ നടാൻ ഇത്ര കഷ്ടപ്പാടുണ്ടായിരുന്നില്ല. അതിനിടയിൽ ലാങ്കിയുടെയും ബറാബറിൻ്റെയും ഒക്കെ തൈകൾ മുളച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഒരു ആശ്വാസം എന്താണെന്ന് വെച്ചാൽ വേറെ ഒരു സൈഡിൽ ഞാൻ ശംഖുപുഷ്പം പിടിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്നും ഇഷ്ടം പോലെ പൂക്കൾ പറിച്ചെടുക്കാം. പൂക്കൾ മാത്രമല്ല, ഇതിൻ്റെ വേരും ഇലകളും മരുന്നിനായി ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ വിത്തുകൾ വീണ് പുതിയ തൈകൾ മുളക്കും. ഒരു പരിചരണവും വേണ്ടാത്ത ചെടിയാണിത്. തനിയെ അങ്ങ് വളർന്ന് പന്തലിച്ചോളും. ശംഖുപുഷ്പം ഉണ്ടായതിൽ പിന്നെ ഞാനിതുകൊണ്ട് ഇടയ്ക്ക് നീലച്ചായ ഉണ്ടാക്കി കുടിക്കാറുണ്ട്. സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ മാറുന്ന ഒരു ഉത്തമ മരുന്നാണിത്. തേനൊക്കെ ചേർത്ത് വേണം അത് കഴിക്കാനായിട്ട്. അതെങ്ങനെ ആധികാരികമായി പറയണമെന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ കുറച്ചൊക്കെ കഷ്ടപ്പെട്ട് ഞാനിതിനെ അവിടെ നിന്ന് നീക്കി. ഇനി അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ഞാനൊന്ന് 2 നഴ്സറികളൊക്കെ ശംഖുപുഷ്പത്തിൻ്റെ തൈകൾ ചോദിച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അന്വേഷണത്തിനൊടുവിൽ എൻ്റെ ഒരു ഫ്രണ്ട് സോഫി തന്നതാണ് കേട്ടോ ഈ ചെടി. ഒരു ദിവസം ഞാൻ യൂട്യൂബിൽ ഇതിനെ പറ്റിയൊരു വീഡിയോ കണ്ടു. ഈ ചെടി നടുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്നും കിഴക്ക് ഭാഗത്തായിട്ട് വേണം, വൃത്തിയുള്ള സ്ഥലത്ത് വേണം ഇത് നടാനെന്നും. അതായത് ബാത്റൂമിൻ്റെയും കിച്ചൻ്റെയും വേസ്റ്റ് വെള്ളം പോകുന്ന ഭാഗത്തൊന്നും ഇത് നടരുതെന്ന്. ഭാഗ്യത്തിന് വൃത്തിയുള്ള സ്ഥലത്തും കിഴക്ക് ഭാഗത്തുമായിരുന്നു ഞാനിത് നട്ടിരുന്നത്. ഇതിന് പ്രത്യേകമായി വളങ്ങളൊന്നും കൊടുക്കേണ്ട കേട്ടോ. വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ തന്നെ പൂക്കളുണ്ടാവും. മാസത്തിലൊരിക്കൽ വളം കൊടുക്കുകയാണെങ്കിൽ നിറയെ പൂക്കളുണ്ടാവും. ഉണ്ടാകുന്ന പൂക്കൾ സമയത്ത് തന്നെ പറിച്ചാൽ നിറയെ പൂക്കൾ വീണ്ടും ഉണ്ടാവും. വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം ഇനി ഇവിടെ ഒരു ട്രോപ്പിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. കുറച്ചൊക്കെ ചെടികൾ എൻ്റെ കയ്യിലുണ്ട്, കുറച്ചൊക്കെ വാങ്ങണം. ഒരു ന്യൂ മേക്ക് ഓവർ അങ്ങ് കൊടുക്കാനാണ് പരിപാടി. അതിന് സമയമെടുക്കും. അതുവരെ ഇതിൽ പച്ചക്കറി വിത്തുകൾ എന്തെങ്കിലും മുളപ്പിച്ചെടുക്കണം. ഇവിടെയാകുമ്പോൾ മഴ നനയാത്തത് കൊണ്ട് തൈകൾ പെട്ടെന്ന് മുളച്ച് കിട്ടും. തൈകൾ പറിക്കാൻ പാകമാകുമ്പോഴേക്കും ട്രോപ്പിക്കൽ ഗാർഡന് വേണ്ടിയുള്ള കാര്യങ്ങൾ അങ്ങ് സെറ്റാക്കണം. ഇൻഷാ അല്ലാഹ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഇന്ന് മഴയില്ലാത്തൊരു ദിവസമാണ്. ഇടവപ്പാതിങ്ങൾ കുറച്ച് ദിവസം മഴ അടുപ്പിച്ച് പെയ്തപ്പോൾ ഇനി കുറച്ച് വെയിലാകാം എന്ന് കരുതി കാണും. നല്ല ചൂടുമുണ്ട്. ചെടികൾ എന്തെങ്കിലുമൊക്കെ കുഴിച്ചിടാനൊക്കെ ഉണ്ടെങ്കിൽ ഇനി വരാനിരിക്കുന്ന കർക്കിടകത്തിൽ ചെയ്യാം കേട്ടോ. എൻ്റെ കലാത്തിയ പ്ലാന്റ്സൊക്കെ പറിച്ച് ഇവിടെ വെക്കണം. കലാത്തിയ അങ്ങ് പെട്ടെന്ന് വളർന്ന് വല്ലാകുന്നത് കൊണ്ട് ഒരുപാട് സ്പേസ് വേണം. ട്രോപ്പിക്കൽ ഗാർഡൻ്റെ ഒരു സൈഡ് കലാത്തിയ ഫിൽ ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻസിലൂടെ അറിയിക്കണേ. അടുത്തതിൻ്റെ നല്ലൊരു വീഡിയോയുമായി ഉടനെ കാണാം. ഇൻഷാ അല്ലാഹ്. ബായ്.